നമ്മളിന്ന് ഒരു മലയാളി ഫാമിലീനെ, അതായത് ശംഭുചേട്ടൻ ആൻഡ് ഫാമിലീനെ ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് നാടെടുത്താൻ പോവാന്ന്. അങ്ങ് കേരളത്തിലേക്ക് പോവാന്ന്. അവരെ നാട് കൊല്ലത്താണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടണം. നമ്മളെ കഴിഞ്ഞ ബ്ലോഗിലുണ്ടായവർ തന്നെയാണ്. ഒരാൾ ഇച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ജീരകമുട്ടായെല്ലാം കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചു പോകുന്ന സമയത്ത് ഇച്ചുവിൻ്റെ കൂടെ പോകുന്നതെന്നാണ് പറയുന്നത്. സാധാരണ ഇച്ചു എല്ലാം നമ്മളെ ക്വാർട്ടറിലേക്ക് വന്നാൽ തിരിച്ചു പോകുന്ന സമയത്ത് നൈനു കരച്ചില അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഈ വഴിയെല്ലാം നമ്മൾ മുന്നേ വാക്കിന് വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പുതിയ ക്വാർട്ടറിലേക്ക് വന്നിട്ട് 1 വർഷം ആകുന്നേട്ടു. ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലോക്കിലെ ദീദിയെല്ലാം പൂജയുള്ള സമയത്ത് അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് എന്നെയും കൂട്ടിയിട്ട് വരും. പൂജയൊന്നും അറിയില്ലെങ്കിലും വെറുതെ വന്നിട്ടിരിക്കും. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്ക്. ഇവിടെ സ്ഥിരം നൈനു കളിക്കാൻ വരുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളിരിക്കുന്ന ഗ്രൗണ്ടാണിത്. പിന്നെ നമ്മുടെ ക്വാർട്ടർ എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും ടോപ്പിലുള്ളത്, റൈറ്റ് സൈഡിലുള്ളതാണ് കേട്ടോ. ഇവിടെ ബാൽക്കണിയിൽ നല്ല വ്യൂ ആയിരുന്നു, ഗ്രൗണ്ടും കുട്ടികളും. പിന്നെ നമ്മൾ 3rd ഫ്ലോർ ആയിരുന്നില്ലേ, അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ എങ്കിൽ ഒടുക്കത്തെ ചൂടായിരുന്നു. 45 ഡിഗ്രിയിലെല്ലാം നമ്മൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് വെന്തൂരിയായിരുന്നു. ഇത് ഇവിടെ താഴത്തെ ക്വാർട്ടറാണ് ശംഭുചേട്ടൻ്റെത്. എവിടെ ചോദിക്കാത്തന്തേ? പിന്നെ ഈ ബാഗ് എന്ന് പറയുന്നത് ശംഭുചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബാഗാണ്. അവർ വന്നതിന് ശേഷം ഇവളാണ് ഈ ബാഗ് മൊത്തത്തിൽ കളിക്കൽ. അങ്ങനെ അവരവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ പുറത്ത് കൊണ്ടുവെക്കാനുള്ള പണിയാണ് ഈ കാണിക്കുന്നതല്ലോ. അങ്ങനെ ഇവരെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. 2 കാറിലായിട്ടാണ് പോകുന്നത്. കുറേ സാധനം ഉള്ളതുകൊണ്ട് ഒന്ന് നമ്മളെ കാറും പിന്നെ ഒന്ന് വേറൊരു മലയാളി ഫാമിലി ഉണ്ട്, അവരെ കാറിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നൈനും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ സാധനം ഉണ്ടോയെന്ന്. അങ്ങനെ അയച്ചു ഫുള്ള് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എന്താണെന്നറിയില്ല, പോകുന്നുണ്ടോയെന്നും അറിയില്ല. നല്ല സന്തോഷത്തിലാണ് നിന്നുള്ളത്. പിന്നെ ഹരിത പറയുന്ന അച്ഛൻ നല്ല സന്തോഷത്തിലാണ്, നാട്ടിലേക്ക് പോലായല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ്. അവർ ഏകദേശം 2 ആഴ്ചയിലധികം ഇവിടെ നിന്നു. ഇവിടെ ആകുമ്പോൾ പിന്നെ എവിടെ പോകാനൊന്നും പറ്റൂലല്ലോ. നാട്ടിലാകുമ്പോൾ കടയിലും എല്ലാം പോകുന്നതല്ലേ. നമ്മളെ അച്ഛനമ്മയായാലും അങ്ങനെ തന്നെയാണ്. നമ്മളെ നാട്, നമ്മളെ വീട്, നമ്മളെ റേഷൻ കടയിൽ എന്ന് പറയുന്ന പോലെ അതാണ് അവരെ സ്വർഗം. ഇവർ 2 പേരും മലയാളിയാണ് കേട്ടോ. ഒരാൾ കോഴിക്കോടും ഒരാൾ കണ്ണൂരാണ്. ഇവർ 2 ക്വാർട്ടറും ഇവിടെ തന്നെയാണ്. വന്നിട്ട് അബദ്ധം പറ്റിപ്പോയില്ലേ? പുള്ളി ചോദിച്ചത് അവിടുന്ന് വന്നിട്ട് ട്രെയിൻ കയറി പോരാ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഇതാണ് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ. മഴക്കാലമാണെങ്കിലും ചൂടിന് വലിയ കുറവൊന്നുമില്ല. ഇവിടെ അങ്ങനെ കേരളത്തിലെ പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴയൊന്നും പെയ്യില്ല കേട്ടോ. ഒരു ദിവസം മഴയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല ചൂടായിരിക്കും. അങ്ങനെ അങ്ങനെ ഇച്ചു നല്ല ഉറക്കമായിട്ടാണ്, നന്നായി ഉറങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും അവർക്ക് പോകേണ്ട ട്രെയിൻ വന്നു കേട്ടോ. ഇവരെ ടിക്കറ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെയും 3rd AC-യും പിന്നെ ഹരിതയുടെയും ശംഭുചേട്ടൻ്റെയും 2nd AC-യാണ്. ഹരിതക്കാണെങ്കിൽ ടിക്കറ്റും ഇല്ല. ടിക്കറ്റ് എടുത്തത് അത് ക്യാൻസലായിപ്പോയി. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു ടിക്കറ്റും 2 ആൾക്കാരെന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പോകുന്നത്. അച്ഛൻ്റെ അമ്മയെ 3rd AC ആയതുകൊണ്ട് അവർ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ്. പിന്നെ ചികിത്സാരുണ്ട്, അവർ കൊണ്ടുവിട്ടിട്ടുണ്ട്.
അവരകത്ത് കയറിയത് കൂടെ ഒരാൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയായിരുന്നു, നമുക്ക് മുന്നേ അറിയായിരുന്നു പോകുമ്പോൾ എന്തായാലും ഇവള് കരയുമെന്ന്. ശംഭു ചേട്ടാ ബൈ. കേറിയില്ലേ അമ്മ വേണ്ട ബായ. ബൈ കൊടുക്കണം. ബൈ കൊടുക്കണം. വീഡിയോ കോൾ ആക്കാം. അങ്ങനെ അവൾക്ക് ഒരു ഡയറി മിൽക്ക് മേടിച്ചോടത്തോടു കൂടി അവളെ കരച്ചിലെല്ലാം അങ്ങനെ നിന്നു. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കേണ്ട സമയത്തായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഡിസ്കഷനിലാണ് ഇപ്പോൾ ഇവർ രണ്ടാളുള്ളത്. പിന്നെ ഞങ്ങൾക്ക് മീൻ മേടിക്കാനും പോകണം. ഇവിടെ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് മീൻ മാർക്കറ്റ്. ഇവിടെ ആകുമ്പോൾ അയിലയും മത്തിയൊക്കെ കിട്ടും. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നൈനുവിന് ചോളം പുഴുങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുറത്തെവിടെയെങ്കിലും നൈനുവിന് കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആയിട്ട് എൻ്റെ കയ്യിലുണ്ടാവും. എവിടെയെങ്കിലും പെട്ടുപോയാൽ നമ്മളെ വിശന്ന് നിൽക്കുന്ന പോലെ കുഞ്ഞുങ്ങളെ വിശന്ന് നിൽക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവലുണ്ട്. ഇതാണ് കേട്ടോ മീൻ മാർക്കറ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. പിന്നെ ചാവാത്ത കുറേ മീനുകളുണ്ട് വെള്ളത്തിലിങ്ങനെ ഇട്ട് വെച്ച്. ഇത് ഇവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് അറിയില്ല, ഇവിടെ നിന്ന് തന്നെ പിടിച്ചതായിരിക്കും. പക്ഷേ എങ്കിൽ മറ്റ് ഐസ് ഇട്ട് വെച്ച മീനെല്ലാം വിജയവാഡയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന മീനെല്ലാം കണ്ടാൽ വാങ്ങാനും തോന്നുന്നില്ല. താഴെ ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. നമ്മൾ അയിലയോ മത്തിയോ എന്തെങ്കിലും കിട്ടുമെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ രണ്ടും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഒന്നും വാങ്ങാണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇതുണ്ടോ എത്ര മീനാണ് അങ്ങനെ ഇട്ടത്. എന്നുവെച്ചാൽ അതിൽ തന്നെ ചവിട്ടുകയും ചെയ്യും അവർ. പിന്നെ ഇങ്ങോട്ടെല്ലാം ഇത്ര വൃത്തി പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതെല്ലാം നമ്മളെ കാമട്ടിയിൽ കിട്ടുന്ന അതേ മീനാണ്, പുഴ മീൻ. ഇതൊന്നും അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. ഈ പെട്ടിയിൽ കാണുന്ന മീനെല്ലാം ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയതാണ് കേട്ടോ. പിന്നെ ഈ മീനെല്ലാം കസ്റ്റമേഴ്സ് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് വാങ്ങിക്കുക, അല്ലാണ്ട് ഇനി ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മീനെല്ലാം എക്സ്പോർട്ട് ചെയ്യുമോ ഇതൊന്നും അറിയില്ല. ഏതായാലും ഒരുപാട് മീനുണ്ട് ഇവിടെ. അങ്ങനെ നൈനിൻ്റെ സമയമാകുമ്പോൾ നൈന് ഉറങ്ങി. ഉറക്കും ഫുഡും നൈനിന് കൃത്യമായിട്ട് എപ്പോഴും കിട്ടണം. അങ്ങനെ ഞങ്ങൾ വയറ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്വേഷിച്ച് ഒരു വെജിറ്റബിൾ ഹോട്ടൽ, ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. താളിയാണ് ഇട്ടത്. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് തന്നെയാണ് താളി. ആദ്യം തന്നെ നമുക്കൊരു മിൻറ്റ് ജ്യൂസ് കൊണ്ട് തന്നു.
പിന്നെ പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായി വന്നു തുടങ്ങി. സലാഡ്, ചട്നി, അച്ചാറ്. പിന്നെ അടുത്ത ആൾ വന്നിട്ടാ, ഇതൊരു തൈര് പോലത്തെ സംഭവമാണ്. എന്ന് വെച്ചാൽ കുറച്ച് മധുരം ഉള്ളത്. പിന്നെ ദാല്, പപ്പടം, പൂരി, പിന്നെ വേറൊരു സ്നാക്സും കൂടി വന്നു. പേരറിയില്ല. മധുരമൊന്നുമല്ല, നോർമൽ. പിന്നെ മിൻറ്റ് ജ്യൂസ് കുടിക്കുന്നതിൽ നൈനുവിൻ്റെ എക്സ്പ്രഷനാണ്. അത് കഴിഞ്ഞിട്ട് ആം ജ്യൂസ്, മാങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നതാണ്. പിന്നെ പനീർ വന്നു. അത് കഴിഞ്ഞ് മസാലക്കറിയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് കടലക്കറി, നമ്മളെ വൈറ്റ് കളറുണ്ടല്ലോ, വെള്ളക്കടല, അതാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് വെണ്ടക്ക വറവ്, ചപ്പാത്തി, ചൂലി. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് തരും കേട്ടോ. പിന്നെ അടുത്ത ആൾ വന്നു. ദഹി വടയാണ് കേട്ടോ അത്. ദഹിയിൽ വട ഇടുന്ന സ്വീറ്റാണ്. കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോറും കൂടി നമുക്ക് തരും. ഇതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഏത് സാധനം ചോദിച്ചാലും നമുക്ക് രണ്ടാമത് കൊണ്ടുതരും. ആദ്യം കൊണ്ടുതരുമ്പോൾ കൺഫ്യൂഷനായിരുന്നു, എവിടെ നിന്ന് തുടങ്ങണം എന്ന്. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ പപ്പടം കഴിച്ചില്ല. ഇവിടുത്തെ പപ്പടം എനിക്ക് വലിയ അങ്ങനെ ഇഷ്ടമില്ല. നാടത്തെ പപ്പടമാണെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പപ്പടം ഇഷ്ടമല്ല. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിപ്പോടുകൂടി ഇന്നത്തെ വീഡിയോ തീരുകയാണ്. ഓക്കെ, ബൈ.